ഒരുപാട് വേദനകൾ അനുഭവിച്ച ആളുകളാണ്. പാർത്തും പറമ്പിലും പണിയെടുത്ത് കണ്ണീരിറ്റി ചോര നീരാക്കി കഠിനാധ്വാനം കൈമുതലാക്കി ഒരുപാട് പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ എത്തിയ ആളുകളാണ്. ഇങ്ങനെ ആളുകളാണ് ഒരു പുരോഗമനത്തിൽ ആ നാടിന്റെ ആത്മാവായിട്ട് നമ്മൾ കാണുന്നത്. അവരെ സംരക്ഷിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വ ബോധം കൊടുക്കുക, സമൂഹത്തിന്റെ ഒരു സുരക്ഷാ കവചം. സുരക്ഷാ കവചം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള പ്രതിസന്ധി വന്നാലും ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോഴും അതിനൊക്കെ തടുക്കാൻ, അതിനൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ ഇവിടെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു ഗവൺമെന്റ് ചെയ്യുന്ന അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്നതാണ് നമ്മുടെ സുരക്ഷാ കവചം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എല്ലാവരും സൂചിപ്പിച്ചു കാണും. ഞാൻ വേഗം അവസാനിപ്പിക്കും. പണ്ട് 35 ലക്ഷം പേർക്കായിരുന്നു പെൻഷൻ കൊടുത്തിരുന്നത് അല്ലേ? 35 ലക്ഷം പേർക്കുണ്ടായിരുന്ന പെൻഷൻ 18 മാസം കൊടുക്കാതെ അലഞ്ഞു തിരിഞ്ഞ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. പോസ്റ്റ് ഓഫീസിൽ പോയി, പിന്നെ ബാങ്കുകളിൽ പോയി, പിന്നെ നഗരസഭയിലും പഞ്ചായത്തുകളിലൊക്കെ പോയി പ്രയാസപ്പെട്ട് കാശ് കിട്ടുന്നില്ല. എന്നാൽ സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, ആകെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന അമ്മമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടതുപക്ഷം പറഞ്ഞു, എല്ലാം LDF വരും, എല്ലാം ശരിയാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. ചുമതലയേറ്റ ഉടൻ തന്നെ വീടുകളിലേക്ക് തന്നെ ആ പെൻഷൻ എത്തിച്ചു നൽകി. സങ്കല്പിക്കാൻ പോലും കഴിയാത്ത, സ്വപ്നത്തിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് വീടുകളിൽ പെൻഷൻ എത്തുക. വീടുകളിൽ ക്ഷേമ പെൻഷനുകൾ എത്തിച്ചു നൽകിയെന്ന് മാത്രമല്ല, അത് കുടിശ്ശികയായതൊക്കെ തന്നെ 3200, 5800 ഒക്കെ ആയിട്ട് മേടിച്ചു. പലരും മറക്കുന്നു, മറന്നുകൊണ്ട് അതൊക്കെ ഓർമ്മപ്പെടുത്തണം. ഇല്ലേ, ഒരുമിച്ച് കുടിശ്ശികയൊക്കെ തീർത്തു. എന്നിട്ട് ആ പെൻഷൻ 600 എന്നുള്ളത് എത്രയായി? ഇങ്ങനെ പറയാം, 1600 രൂപയാക്കി. ഇല്ലേ, അത് തുടർച്ചയായി നൽകുക. അതിനിടക്ക് വലിയ പ്രയാസം നമുക്ക് നേരിട്ടു. നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ്, ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ കേരളത്തിലെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് ആവശ്യമായിട്ടുള്ള വിഹിതം, പദ്ധതി വിഹിതം നമുക്ക് കിട്ടണം. എന്നാൽ നമ്മളെ കഴുത്ത് പിടിച്ച് ഞെരുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആവുന്നതൊക്കെ ശ്രമിച്ചു. എന്നാൽ അതിൽ നിന്നൊക്കെ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ കരുത്ത് കൊണ്ട് അതിനൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലെ നിയമസഭയിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ഇനി മുതൽ പെൻഷൻ എന്താണില്ല, കുടിശ്ശിക ഉണ്ടാവില്ല. അടുത്ത മാർച്ച് മാസത്തിൽ എല്ലാ കുടിശ്ശികയും കൊടുത്തു തീർക്കുമെന്ന് റൂൾ 300 പ്രകാരമാണ് പ്രഖ്യാപിച്ചത്. എന്താണ് റൂൾ 300? ജനങ്ങളുടെ ഈ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അവകാശമായി അതിനെ പ്രഖ്യാപിക്കാനുണ്ടായിരുന്നു. നമുക്കൊരാൾ ഒരു ഔദാര്യം തരുന്ന സമയത്ത്, ഇപ്പൊ ഇലക്ഷനൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ചില മെഡിക്കൽ ക്യാമ്പുകളൊക്കെ വരും. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇലക്ഷൻ ആയ നാട്ടുമ്പുറത്ത് ചില പരിപാടികളൊക്കെ ആയിട്ട്, ചില കുതന്ത്രങ്ങളൊക്കെ ആയിട്ട്, ചില അതുവരെ കാണാത്ത ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കേവലം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി തടി കഴിച്ചിലാക്കി ആളുകളെ കുപ്പിയിലാക്കാമെന്ന് കരുതി വരുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മൾ അഭിമാനത്തോടു കൂടി ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിൽ ഒരു അസുഖം വന്നാൽ നമുക്ക് കയറി ചെല്ലാൻ ഒരു ആരോഗ്യ കേന്ദ്രം നമ്മുടെ നാട്ടിൽ പുറത്തുണ്ടോ? പൊന്നാനിയിലെ താലൂക്ക് ആശുപത്രിയിൽ പോയാൽ ഒരു സർജറി വന്നാൽ, പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ 50,000, 60,000, 70,000 ചെലവാകുന്ന ഒരു സർജറി ഒരു നയാ പൈസ ചെലവഴിക്കാതെ നമുക്ക് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ നിന്നും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നിന്ന് സാധ്യമാകുമോ? അതിനാവശ്യമായിട്ടുള്ള പരിഗണനയും അവകാശത്തോടു കൂടി പുരോഗമന സമൂഹത്തിൽ സാധാരണ ജനങ്ങൾക്ക് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എത്തുന്ന സമയത്ത് ഒരു സുരക്ഷിതത്വ ബോധം. നമുക്കൊക്കെ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? എല്ലാവർക്കും പ്രായമാവും. പ്രായമാവുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം എന്താ വെച്ചാൽ എല്ലാം സഹിക്കാം, പക്ഷെ അസുഖം വന്നാൽ എന്ത് ചെയ്യും? മക്കളൊക്കെ ഉണ്ടാവും, എന്നാൽ പോലും